ഓക്കെ, അഡ്വക്കേറ്റ് സതീഷ് വസന്ത, ആ സർജറി ആര് നടത്തും? നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ ഓഡിറ്റിംഗ് ഇല്ല, ഇൻവെൻട്രി ഇല്ല, എത്ര വർഷങ്ങളായിട്ട് ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കൊള്ളയും അതുപോലെ കവർച്ചയും മോഷണമൊക്കെ നടന്നു കഴിഞ്ഞാൽ ആരും അറിയാതെ പോകുന്നു. ഇതിൽ ബദ്ധശ്രദ്ധരായിട്ടുള്ള ചിലർ ഇടപെടുന്നത് കൊണ്ടാണ് ഇതെങ്കിലും പുറത്തു വരുന്നത്. മഞ്ഞുമലയുടെ ഒരറ്റം അത് മാത്രമാണ്. ഇപ്പോൾ ഈ നെയ്യാറ്റിൻകര മേഖലയിലുള്ള ക്ഷേത്രങ്ങളുടെ കാര്യം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ചർച്ച കഴിയുമ്പോഴേക്ക് നോക്കൂ, ഉറപ്പാണ് കേരളത്തിൻ്റെ പല കോണുകളിൽ നിന്നും ആളുകൾ വിളിക്കും. എനിക്ക് അനുഭവമുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇത് അവസാനിപ്പിക്കേണ്ടതല്ലേ? ഈ ക്ഷേത്രഭരണം വിശ്വാസികളല്ലാത്തവരുടെ കൈകളിൽ നിന്ന് മുക്തമാക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ അഡ്വക്കേറ്റ് സതീഷ് വസന്ത? നോക്കല്ലേ, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനാധിപത്യ രീതിയിൽ മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. അത് ഏത് മതപരമായ ചടങ്ങുകളായിരുന്നാലും കാര്യങ്ങളായിരുന്നാലും ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം തിരുവിതാംകൂർ ദേവസ്വത്തിൽ എനിക്ക് വളരെ കഷ്ടം തോന്നുന്ന കാര്യം, ഞാനിവിടെ ഇരിക്കുമ്പം തന്നെ സ്ഥിരമായി ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന ഒരു അംഗമാണ്. അപ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. കാര്യം എന്ന് വെച്ചാൽ വെള്ളയാനി ദേവി ക്ഷേത്രത്തിലെയും അതുപോലെ തന്നെ തൃക്കണ്ണാപുരം ക്ഷേത്രത്തിലേക്ക് ആഭരണങ്ങൾ അവിടെ ഇല്ലയെന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. ഇപ്പം ബഹുമാനപ്പെട്ട നേരത്തെ രാധാകൃഷ്ണ സാർ പറയുന്നുണ്ട്, ഇവിടെ ഒരു ചിട്ടയായ ഓഡിറ്റില്ല. ഞാൻ പറഞ്ഞു, അദ്ദേഹം തന്നെ പറയുന്നത് ഈ 24 hours ഈ പാറശാല നമ്മൾ സേഫ്റ്റി ആയിട്ട് വെച്ചിട്ടുള്ള തിരുവാഭരണം വെച്ചിട്ടുള്ള സ്ട്രോങ് റൂം, അവിടെ 24 മണിക്കൂറും അവിടെ ഇതുണ്ട്, ഏത് ഗാർഡുമാരുണ്ട്. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു ക്യാമറ സർവൈലൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അവിടെ എല്ലാം വച്ചിട്ടുണ്ട്. എന്നിട്ടും ഇത് എങ്ങനെയാണ് പറഞ്ഞത്? നോക്കൂ, ഒന്നീ ഈ ഉദ്യോഗസ്ഥന്മാർ കറക്റ്റായിട്ട് അത് ഓഡിറ്റ് ചെയ്യുന്നില്ല. ഈ ഓഡിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതാണ്. നോക്കു പോകാൻ തിരുവാഭരണ ഇതെല്ലാം വിത്തിൻ ദ സിസ്റ്റമാണ്. അല്ല, ഞാൻ പറഞ്ഞേ, കള്ളന്മാരകത്തുള്ളവരാണ്, പുറത്ത് അല്ലെങ്കിൽ കവർച്ചക്കാരനോ വന്നിട്ടല്ല. ഞാൻ അല്ലമ്മ അതാണ് പറഞ്ഞ ബഹുമാനപ്പെട്ട ശ്രീ RV ബാബു പറഞ്ഞ പോലെ നമ്മൾ ഹിന്ദുക്കൾ കമഴ്ന്ന് കിടന്ന് നമ്മൾ മേലോട്ട് തുപ്പയാണ്. കാര്യം ഇത് ആരടിച്ചോണ്ട് പോകുന്നത്? വേറെ മതസ്ഥരാണോ? നമ്മളാൾക്കാരാണ്. നോക്ക്, ഇതിനൊരു സിസ്റ്റം ഇല്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നില്ല. ഇപ്പം ചന്ദ്രനി ചെയ്ത ആളുകൾ ഇറങ്ങിത്തുടങ്ങി. എന്നിട്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഒരു കണക്ക് വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ ഇതെന്താണെന്ന്. അല്ല, അവിടെയാണ് രണ്ട് അപകടങ്ങൾ പതിയിരിക്കുന്ന രണ്ട് അപകടങ്ങളെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിക്കേണ്ടത്. ഒന്ന് ട്രേഡ് യൂണിയനിസമാണ്, രാഷ്ട്രീയവൽക്കരണം. അതൊന്നുമല്ല, ട്രേഡ് യൂണിയൻ ഒന്നുകൊണ്ടൊന്നുമല്ല, അതങ്ങനെ വന്നിട്ടില്ല. രാഷ്ട്രീയവൽക്കരണം കൊണ്ടൊന്നുമല്ല. നോക്ക്, ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് ഞാൻ വന്നിട്ടേ കറക്റ്റായിട്ട് ഇതിനെ ഗൈഡ് ചെയ്യാൻ ഇവിടെ പറ്റുന്നില്ല. അത് എങ്ങനെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നു? ഇപ്പം നിങ്ങൾ ഇപ്പം രാധാകൃഷ്ണ സാറിന് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് ഇതെല്ലാം വന്നത്. അതിന് മുമ്പേയൊക്കെ കറക്റ്റായിരുന്നു. അല്ല സാർ പറഞ്ഞതെന്ന് വെച്ചാൽ 10 വർഷത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ശരി, 15 വർഷമായിരുന്നാലും ശരി, ഞാൻ പറയുന്നത് ഏത് രീതിയിലായിരുന്നാലും നമ്മുടെ സമ്പത്ത് ഇത് ഞാൻ പറഞ്ഞ പത്മനാഭ ക്ഷേത്രത്തിൽ അവിടെ ഇത് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ എല്ലാം രാഷ്ട്രീയവൽക്കരണമില്ലേ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി വെച്ചിട്ടില്ലേ? ജില്ലാ ജഡ്ജിയല്ലേ അതിൻ്റെ ചെയർമാൻ? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവിനെ അവിടെ വെച്ചിട്ടില്ലേ? ഇതെല്ലാം വെച്ചിട്ടുണ്ടല്ലോ, അത് രാഷ്ട്രീയ പാർട്ടികളല്ലേ? അപ്പോൾ അവരൊക്കെ അത് കൊള്ളയടിക്കാനാണ് അവിടെ നിൽക്കുന്നത്. അല്ല, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് നിർത്തലാക്കണം. ഞാൻ പറയുന്നത് ഇത് നിർത്തലാക്കിയേ നമുക്ക് മതിയാവുള്ളൂ. നേരത്തെ അദ്ദേഹം ശ്രീ RV ബാബു പറഞ്ഞ ഉപദേശ സമിതി, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പോലീസ് ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് പല ക്ഷേത്രങ്ങളിലും ഉപദേശ സമിതി എന്നുള്ളത്. സാറേ, അത് ക്രിമിനലിലാണോ ഉപദേശ സമിതിയായിട്ട് അവിടെ വയ്ക്കുന്നത്? ഞാൻ അതൊന്ന് മനസ്സിലാക്കണം. RV ബാബു പറഞ്ഞാൽ ഉപദേശ സമിതിയിൽ ക്രിമിനലായിട്ട് ആൾക്കാർ ഇവിടെ വരല്ലേ? ഇപ്പോൾ ഉള്ള ക്രിമിനൽ കംപ്ലീറ്റ് ക്ഷേത്രങ്ങളിലാണ്. ആ ക്രിമിനലുകൾ വരാതെ ഇരിക്കാൻ വേണ്ടി തടഞ്ഞത് നല്ല കാര്യമല്ലേ? 100 രൂപ കൂപ്പൺ എടുത്ത് എല്ലാവർക്കും കയറിയെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ഒരു ഗതികേട് എന്തായിരിക്കും? എനിക്കറിയാം, പല ക്ഷേത്രങ്ങളിലും അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ, അവിടുത്തെ ഗുണ്ടാ നേതാക്കന്മാർ, അവരായിരിക്കും ഉപദേശ സമിതിയിലൊക്കെ കയറിയുന്നത്. അതിനെ നിർത്തലാക്കണമെന്നേ. അത് നിർത്തലാക്കുന്നത് 100% ഞാനത് അനുകൂലിക്കണം. പക്ഷേ ഈ ഇത്രയും വലിയ സ്ട്രോങ് മതി. ഇപ്പം എന്നെയും കാട്ടി വളരെ പ്രഗത്ഭനാണ് ശ്രീ രാധാകൃഷ്ണ സാർ. അദ്ദേഹം അതിലിരുന്ന് പ്രാഗൽഭ്യം നേടിയിട്ടുണ്ട്. രാധാകൃഷ്ണ സാർ പറയുമ്പോൾ ഈ സ്ട്രോങ് റൂം തുറക്കുന്നത് ഒരു സാധാ ജീവനക്കാർക്ക് പറ്റില്ലല്ലോ. ഇത് താക്കോലിരിക്കുന്നത് ആരെയിലാണ്? ഒന്ന് AC-യിലായിരിക്കും, അല്ലെങ്കിൽ തിരുവാഭരണ കമ്മീഷൻ കയ്യിലായിരിക്കും. അവർ വന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ. നോക്കൂ, ആര് ചെയ്താലും ഇത് തെറ്റായ നടപടികളാണ്. അതിനൊരു അത് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് തെറ്റായ നടപടിയാണ്.
രാഷ്ട്രീയം ഇതുമായിട്ട് നമ്മൾ കൂട്ടിക്കഴിക്കല്ലേ. നമ്മൾ ഇപ്പം ഇരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ്, അദ്ദേഹം ക്ഷേത്രത്തിൽ അദ്ദേഹം ഭക്തനല്ലേ, ആണല്ലോ. അപ്പം ഞാനിത് പറയുന്നതെന്ന് പറയുന്നത് ഇപ്പം ഈ നമ്മൾ ഏത് നിയമത്തിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും? അങ്ങനെ പറ്റില്ലല്ലോ. ഒരു കവനൻ്റ് നിയമമുണ്ടല്ലോ നമുക്ക് കേരളത്തിനെ സംബന്ധിച്ച്. ഒരു ക്ഷേത്ര ഇത് വയ്ക്കുന്ന ഒരു കവന, ആ നിയമങ്ങളൊക്കെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഞാനിത് പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നാലും നമ്മളുടെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ അപ്പോഴും തന്നെ ടെർമിനേറ്റ് ചെയ്യണമെന്നേ. അപ്പോഴും തന്നെ ടെർമിനേറ്റ് ചെയ്ത കാര്യങ്ങൾ നടക്കുന്നില്ല, അത് സംഭവിക്കുന്നില്ല. നടക്കേണ്ട ഒരു സംവിധാനത്തിലേക്ക് അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് താക്കോൽ സ്ഥാനങ്ങളിലുള്ളത്. അല്ല, അത് മാറ്റണമെന്നേ. അവിടെയാണ് അഡ്വക്കേറ്റ് സതീഷ് വസന്ത് താങ്കൾ പറയുന്നു രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു, അല്ലെ ട്രേഡ് യൂണിയനിസം ഇല്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ അതായത് എവിടെ ഇരുന്നാണോ അഴിമതി നടത്തിയത് അവിടെ തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുന്നത് ഇവരുടെ ഇൻഫ്ലുവൻസിലൂടെയാണ്. ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഇടപെടുന്നു, രാഷ്ട്രീയ നേതാക്കന്മാർ ഇടപെടുന്നു. അപ്പോൾ ഇതൊന്നും ആരും അറിയാത്തതല്ലല്ലോ. ഇതാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ഭരണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പം ഇന്ന് എത്ര തീയതി? ഇന്ന് 9-ാം തീയതി, 9/6 23/5/2010 ക്ഷേത്ര തിരുവാഭരണ കമ്മീഷണർ AC-ക്ക് നെയ്യാറ്റിൻകര AC-ക്ക് കൊടുത്തത് നമ്മളിന്ന് അറിയുന്നത് ഇന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഇവിടുത്തെ ജനങ്ങൾ അറിയുന്നത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഞാൻ 100% ജനജീവിയെ അംഗീകരിക്കുന്നു. മറ്റൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള എന്തായി? ഏതെങ്കിലും ഒരു മാധ്യമം എന്താണ് അതിന്റെ തൽസ്ഥിതി എന്താണ്? അതാണ് പറഞ്ഞത്. അത് ആരാണ് നടത്തുന്നത്? ഹൈക്കോടതി നേരിട്ട് ആർക്കെങ്കിലും അറിയതൊക്കെ? അല്ല, SIT ഒരു വലിയൊരു കോൺട്രവേഴ്സി വരുന്നു. വലിയ കൊള്ളയാണ് നടന്നത് അല്ലേ? നമ്മളെല്ലാം നടുക്കിയ ഒരു സംഭവമായിരുന്നു അത്. ഇപ്പം എന്തായി? മല പോലെ വന്ന് എലി പോലെ പോയി, അത്രയേ ഉള്ളൂ. എല്ലാം മറക്കുന്നു. ഈ നേരത്തെ RV ബാബു പറഞ്ഞ പോലെ ഒരു പ്രതികളെ ശിക്ഷിക്കാൻ പോകുന്നില്ല. കാരണം അതിലൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോറ്റിയെ ഞാൻ കണ്ടു. വളരെ കൂളായി അദ്ദേഹം ഒരു ആഡംബര കാറിൽ സഞ്ചരിക്കുകയാണ്. ഒരു കുഴപ്പമില്ലെന്നേ. അദ്ദേഹത്തിന് നമ്മളെ ഹിന്ദുക്കൾ തന്നെ വിളിച്ച് പൂജയ്ക്ക് ചിരുത്തും. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അവിടെ അടിച്ചിട്ട് പോയ പാർട്ടിയാണ്. അദ്ദേഹത്തെ തന്നെ നമ്മളെ വീടുകളിലും അല്ലെങ്കിൽ നമ്മളെ അതുകൊണ്ട് നമ്മളിങ്ങനെ ചർച്ച നടത്തിയിട്ട് പോയാൽ പോരാ. അല്ല, ശക്തമായ നടപടി. അല്ല, ഞാൻ പറയുന്നത് ശക്തമായ നടപടിയല്ല, അതിനൊരു സിസ്റ്റമാറ്റിക് കൊണ്ടുവരണം. ഒരു റിപ്പോർട്ട് തിരുവാഭരണ കമ്മീഷൻ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് നടപടി ഉണ്ടായില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷനായി ഇപ്പോൾ ഇരിക്കുന്നത് പരിണതപ്രജ്ഞനായ ജയകുമാർ ആണ്. ജയകുമാറെ കൊണ്ടുവച്ചപ്പോൾ എന്തൊക്കെയോ സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അറിയുന്നവർ ഒരു ചുക്കും ചുണ്ണാമ്പും അദ്ദേഹം ചെയ്യാൻ പോകുന്നില്ല എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പോസ്റ്റിന് വേണ്ടി, ഒരു തസ്തികയ്ക്ക് വേണ്ടി ഒരാളെ കൊണ്ട് അവിടെ അല്ല, ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം പറഞ്ഞു. അനിൽ നമ്പർ ഇപ്പം രാധാകൃഷ്ണ സാർ ഇതിൽ പ്രഗത്ഭനായ ഇത്രയും പേരില്ല, അദ്ദേഹം അതിൽ ഇരുന്നിട്ടുള്ളത്. അദ്ദേഹം ഞാൻ ചോദിക്കുന്നത് ഈ ദേവസ്വം ഇന്ന് വന്ന് ഇവിടെ ഇരുന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ദേവസ്വം ബോർഡിൽ നിന്നൊരു 10 പൈസ ഉണ്ടാക്കിയിട്ടില്ല. അതേ ഒരു 10 പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അദ്ദേഹത്തിന് ഇവിടെ വന്നിരുന്ന് ഞാൻ പറയുന്നത് തിരുവാഭരണ കമ്മീഷണറൊന്നും ഇത് ഈ ഓഡിറ്റ് നടത്തൂല എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ഈ എല്ലാ വർഷവും നടത്തൂലേ? അതായത് 6 മാസത്തിലേക്ക് നടത്തൂലേ? സാധനങ്ങൾ അല്ലേ രാധാകൃഷ്ണൻ സാർ? ഓഡിറ്റിംഗ് വിഭാഗം ഉണ്ടല്ലോ അല്ലേ? അല്ലല്ലേ, ഈ തിരുവാഭരണ കമ്മീഷണർക്ക് എപ്പോഴും പോകാമല്ലോ. ഇതിനെല്ലാം പരിശോധന സമയം കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്യാത്തത് എന്താണെന്ന് ചോദിക്കാൻ ആളില്ല. ഈ തിരുവാഭരണം കമ്മീഷണർ അല്ലെങ്കിൽ ഒരു ഡെപ്യൂട്ടി കമ്മീഷണറെ ടൂർ ജനറൽ എന്തിയെ അല്ലെ ദേവസ്വം കമ്മീഷണർ കഴിഞ്ഞ മാസം എവിടെല്ലാം പരിശോധന നടത്തി എന്ന് ബോർഡിൽ നിന്നും ദേവസ്വം കമ്മീഷർക്ക് ഒരു കടലാസ് പോകുന്നില്ല. ദേവസ്വം കമ്മീഷൻ സെക്ഷൻ 17 അനുസരിച്ച് ഗവൺമെൻറ്റിലൊരു അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് കൊടുക്കണം, നിയമമാണ്. അത് ക്വാർട്ടർലി കഴിഞ്ഞ 10 വർഷമായി കൊടുത്തിട്ടില്ല. സർക്കാർ ചോദിച്ചിട്ടുണ്ടോ? ദേവസ്വം ബോർഡ് ചോദിച്ചിട്ടുണ്ടോ? അതെ, മനസ്സിലായില്ലേ? അപ്പം
ഇതില്ലേ ശ്രദ്ധിക്കാൻ ആളില്ല.